നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ ഡെർബിയെ കുറിച്ചാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പ്രിവ്യൂ വീഡിയോയിൽ ഞാൻ ഗോകുലായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഇന്ന് സിറ്റി ജയിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ആ പ്രഡിക്ഷൻ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു കിഡിലം പെർഫോമൻസ് ആണ് നമ്മൾ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് കണ്ടത്. എത്തിഹാദിൽ വെച്ച് 2-1 മാഞ്ചസ്റ്റർ സിറ്റിയെ മലർത്തി അടിച്ചു എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ ടീം ന്യൂസ് നോക്കുകയാണെങ്കിൽ റാഷ്ഫോർഡോ ഗർനാച്ചയോ ഇന്ന് യുണൈറ്റഡിന്റെ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. മെയ്സൺ മൗണ്ട് ആണ് മിഡ്ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ പുള്ളി ഇറങ്ങി കളിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇഞ്ചുറി വന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അതിനുശേഷം കോബി മൈനോ മിഡ്ഫീൽഡിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ സിറ്റിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ മത്തായിസ് ന്യൂനസ് ഇന്ന് ലെഫ്റ്റ് വിങ്ങിലാണ് കളിച്ചിട്ടുള്ളത്. രണ്ട് ടീമുകൾക്കും ഇന്ന് ചാൻസുകൾ ഉണ്ടായിരുന്നു. സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത് എന്ന് പറയേണ്ടി വരും. കാരണം 10ഓളം ചാൻസുകൾ രണ്ട് ടീമുകൾ ക്രിയേറ്റ് ചെയ്തു. 3 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തിക്കാനും ഇരു ടീമുകൾക്കും കഴിഞ്ഞു. പൊസിഷൻ നോക്കുകയാണെങ്കിൽ 48-52 എന്ന രീതിയിൽ ഒരു ഈക്വൽ ആയിട്ടുള്ള പൊസിഷനാണ് രണ്ട് ടീമിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. ഇരു ടീമുകൾക്കും ചാൻസുകൾ ഉണ്ടായിരുന്നു. കളിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ 1-2 ഹാഫ് ചാൻസുകൾ ബ്രൂണോക്കും അമാദും ഒക്കെ കിട്ടുകയുണ്ടായി. പക്ഷേ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. സിറ്റിയുടെ സൈഡിൽ നിന്നാണ് ആദ്യത്തെ ഗോള് വരുന്നത്. ഗുണ്ടുവൻ സെറ്റ് പീസിൽ നിന്ന് ഒരു ഷോട്ട് ബോക്സിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ആ ബോൾ ഡിഫ്ലക്റ്റ് ആയിട്ട് തിരിച്ചിട്ട് കെവിൻ ഡിബ്രോയിന്റെ കാലിലേക്കാണ് എത്തുന്നത്. ഡിബ്രോയിൻ ഒരു ക്രോസ് ബോക്സിലേക്ക് ഇടുന്നു. അൺഫോർച്ചുനേറ്റ്ലി അമാദിന്റെ സൈഡിൽ തട്ടി ഡിഫ്ലക്ഷനോടെ അത് വാഡിയോളിന്റെ തലയിലേക്കാണ് എത്തിയത്. ഒരു കിഡിലം ഹെഡറാണ് പുള്ളിയുടെ സൈഡിൽ നമ്മൾ കണ്ടത്. 35-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് സിറ്റി എത്തുകയും ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു പതിവ് പോലെ സിറ്റി ഇനി ലീഡ് നില വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, യുണൈറ്റഡ് മറ്റൊരു പരാജയത്തിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഭീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 1-0 ലീഡോടെ സിറ്റി ഫസ്റ്റ് ഹാഫിൽ പിടിച്ചു നിന്നു. ചെറിയ ടെൻസ് ആയിട്ടുള്ള മൊമെന്റും ഒക്കെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഒരു കേൽ വാക്കർ ഇൻസിഡന്റ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഹോലാൻഡ് പോയി കേൽ വാക്കറുമായിട്ട് ചെറിയൊരു തർക്കത്തിൽ ഏർപ്പെടുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, ആന്റണി ടൈലർ റെഫറി ആയിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ ആർക്ക് റെഡ് കാർഡ് കൊടുക്കും എന്ന് നോക്കിയിരിക്കുന്ന ഒരു റെഫറിയാണ്. അൺഫോർച്ചുനേറ്റ്ലി യെല്ലോ കാർഡ് കൊണ്ട് രണ്ടുപേർക്കും തൃപ്തിപ്പെടേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ അത് കേൽ വാക്കർ നടത്തിയിട്ടുള്ള ഒരു അഭിനയമാണെന്ന് നമുക്കൊക്കെ അറിയാം. എന്തായാലും ഫസ്റ്റ് ഹാഫ് അങ്ങനെ കടന്നുപോയി. സെക്കൻഡ് ഹാഫിൽ വീണ്ടും 1-2 ഹാഫ് ചാൻസുകളൊക്കെ വന്നു. ഒന്നും നടന്നില്ല. 1-0 ലീഡോടെ സിറ്റി പതുക്കെ മുമ്പോട്ട് പോയി. ഇവിടെ ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു കിഡിലം 1-on-1 ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ബോള് പുറത്തേക്ക് പോയി. 1-2 ഷോട്ടുകൾ പുറത്തേക്ക് അടിച്ച് കളയുകയും ചെയ്തു. അങ്ങനെ പതുക്കെ മുമ്പോട്ട് പോകുമ്പോഴാണ് ആന്റണിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അതോടുകൂടി അമാദ് കുറച്ചുകൂടി സെൻട്രൽ ആയിട്ട് കളിക്കാൻ അമോറിയത്തിന്റെ സൈഡിൽ നിന്ന് നിർദ്ദേശം വന്നു. അത് കൃത്യമായിട്ട് വർക്കൗട്ടായി എന്ന് പറയേണ്ടി വരും. എൻ്റെ പൊന്നോ, ഓരോ മത്സരം കഴിയും തോറും അമാദിന്റെ കോൺട്രിബ്യൂഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ 2 ഗോളിന്റെ പ്രൈമറി റീസൺ അമാദ് തന്നെയാണ്. ആദ്യത്തെ ഗോള് പുള്ളിയെ ബോക്സിൽ വെച്ചിട്ട് മത്തായിസ് ന്യൂനസ് ഫൗൾ ചെയ്യുന്നു. അനാവശ്യമായിട്ടുള്ള ഒരു ടാക്കിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അമാദ് അങ്ങനെ ഒരു ടാക്കിൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു ടാക്കിൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ബോളുമായിട്ട് അടുത്ത ഷോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ മത്തായിസ് ന്യൂനസ് വന്നിട്ട് പുള്ളിയെ ഫൗൾ ചെയ്യുന്നു. ആന്റണി ടൈലർ പെനാൽറ്റി കൊടുത്തു. അങ്ങനെ ബ്രൂണോ ഫെർണാണ്ടസ് അത് കൺവേർട്ട് ചെയ്തുകൊണ്ട് യുണൈറ്റഡിനെ 1-1 എന്നുള്ള സ്കോറിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു ഇനി 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, സമനിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്, ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം ഷെയർ ചെയ്യുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് മറ്റൊരു ഗോള് നമ്മൾ വരുന്നത്. ഈ ഒരു വിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിസാൻഡോ മാർട്ടിനസിന്റെ ഒരു ലോങ് ബോൾ വരുന്നു. അമാദിന്റെ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു റൺ. ബോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എഡേഴ്സൺ ബോക്സിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഒരു ഫ്ലിക്ക് എടുത്തുകൊണ്ട് ആ ബോള് എഡേഴ്സന്റെ മുകളിലൂടെ അമാദ് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നീട് ബോക്സിലേക്ക് ആ ഒരു ഷോട്ട് അടിക്കുകയാണ്. വാഡിയോൾ ഈ സമയത്ത് ഈ ബോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഓടുന്നുണ്ട്. ആ ബോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 2-1 90-ാമത്തെ മിനിറ്റിൽ യുണൈറ്റഡ് ഒരു വിജയപാതയിലേക്ക് എത്തുകയാണ്.
ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ ആണ് അമാദിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2-1 ലീഡോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3 പോയിന്റ് സ്വന്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ പെപ്പിന്റെ റിയാക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. എസ്പെഷ്യലി ആ പെനാൽറ്റി കിട്ടിയ സമയത്ത് പെപ്പ് അലറി വിളിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഉറപ്പായിട്ടും അങ്ങനെ ഒരു ടാക്കിൾ പുള്ളി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രസ് കോൺഫറൻസിലും പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. പുള്ളിയെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് എന്ന രീതിയിലുള്ള ഒരു ടോക്സ് ഒക്കെയാണ് നടത്തുന്നത്. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു റിസൾട്ടാണ്. കാരണം കഴിഞ്ഞ 6 പ്രാവശ്യം ഈ 2 ടീമുകളും നേർക്കുനേർ പോയപ്പോൾ 5 മത്സരങ്ങൾ ജയിച്ചിട്ടുള്ളത് സിറ്റി തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.